പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിന്റെ ഈ 4ാമത്തെ ചൊവ്വാഴ്ചയിൽ ഇന്ന് വായിച്ച് ധ്യാനിക്കാനായി പരിശുദ്ധ സഭ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ഈശോ ഓർമ്മിപ്പിക്കുന്നു, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. അതുപോലെ പറയുന്നു, ഫരിസേരും നിയമജ്ഞരും അവരുടെ കാപട്യം അവരുടെ ജീവിതത്തിലൂടെ കാണിക്കുമ്പോൾ അതിനെ അനുകരിക്കരുത്. ഈ 2 കാര്യങ്ങൾ ഇന്ന് തിരുവചനം പറയുന്നു. ഈശോ ഇന്ന് എടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, കണ്ണ് നമ്മുടെ ശരീരത്തിന്റെ വിളക്കാണ് എന്ന് പറയുന്നു. വിളക്ക് പ്രകാശം കൊടുക്കുന്നതാണ്, മറ്റുള്ളവരെ ഇരുട്ടിൽ നിന്ന് അകറ്റുന്നതാണ്, നന്മയിലൂടെ സത്യത്തിലൂടെ വീഴാതെ നടക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് വിളക്കും അതിന്റെ പ്രകാശവും. ഈശോ പറയുന്നു, കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് കുറ്റമറ്റതായിരിക്കുന്നത് എപ്പോഴും കണ്ണ് തുറന്നിരുന്ന് എല്ലാം കാണുന്നത് കൊണ്ടല്ല. ചില കാഴ്ചകൾക്ക് നേരെ കണ്ണ് അടയ്ക്കാൻ ഒരു കൺപോള കൂടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ചിലത് കണ്ടില്ലെന്ന് വെക്കേണ്ടതാണ്, ചിലത് കാണുമ്പോൾ നമ്മുടെ കരള് അലിയേണ്ടതാണ്. കണ്ണ് നല്ലത് കണ്ടാൽ നല്ലത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. കാരണം ചിന്തയ്ക്ക് ഉതകുന്ന, ചിന്തയ്ക്ക് വിഷയമാകുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ കാഴ്ചയിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ചില കാഴ്ചകൾക്ക് നേരെ കണ്ണ് അടയ്ക്കാൻ വേണ്ടി കൺപോളകൾ കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. മനസ്സിലേക്ക് തിന്മ കടന്നു വരാതെ, മനസ്സിലേക്ക് മോശമായത് കടന്നു വരാതിരിക്കാൻ കണ്ണ് ചില കാഴ്ചകൾക്ക് നേരെ അടയ്ക്കണമെന്നുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈ നാളുകളിൽ പലപ്പോഴും ആളുകൾ വീണു പോകുന്ന പാപങ്ങളിലൊന്ന് കണ്ണുകൾ കൊണ്ട് ചെയ്യുന്ന പാപങ്ങളാണ്. അശുദ്ധമായത് കാണുകയും വേണ്ടാത്തത് കാണുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കാനുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഈശോ ഇന്ന് നമുക്ക് നൽകുകയാണ്. നല്ലത് കാണുമ്പോൾ നല്ല ചിന്തകൾ മനസ്സിൽ വരും, അതിൽ നിന്ന് നല്ല മനോഭാവങ്ങൾ ഉണ്ടാകും, അതിൽ നിന്ന് നല്ല സംസാരവും നല്ല പെരുമാറ്റവും ഉണ്ടാകും. അങ്ങനെ ജീവിതം ദൈവത്തിന് പ്രിയപ്പെട്ടതായിരിക്കും. പാപങ്ങളുടെ തുടക്കം കണ്ണിന് തരാനായിട്ട് പറ്റും, നന്മയുടെ തുടക്കവും കണ്ണിന് തരാനായിട്ട് പറ്റും. മറ്റുള്ളവരെ സഹായിക്കേണ്ട കാര്യങ്ങളൊക്കെ കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കാനും, തിന്മകൾ കാണുന്നതിന് നേരെ കണ്ണടയ്ക്കാനും, ചില കാര്യങ്ങൾ ചിലരോട് ക്ഷമിച്ച് കണ്ടില്ലെന്ന് വയ്ക്കാനും ഒക്കെയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈശോ പറയുന്നത്. അങ്ങനെയാണ് കണ്ണ് ശരീരത്തിൻ്റെ നന്മ തരുന്ന വെളിച്ചമുള്ള വിളക്കായി മാറുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പുതിയ ദിവസം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നായ ഞങ്ങളുടെ കണ്ണും അതിൻ്റെ കാഴ്ചയും നന്മയ്ക്കായും ദൈവമഹത്വത്തിനായും വിനിയോഗിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ലത് കാണാനും, ചിലതിൻ്റെ നേരെ കണ്ണടയ്ക്കാനും, ചിലത് കണ്ടില്ലെന്ന് വയ്ക്കാനും, ചില കാഴ്ചകൾ കണ്ട് കരളലിഞ്ഞ് അതിലൂടെ നന്മ ചെയ്യാനും ഒക്കെയുള്ള ഓർമ്മപ്പെടുത്തലും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. കണ്ണുകൾ ഉയർത്തി ഈശോ ആളുകളെ കരുണയോടെ നോക്കി ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടത്തെ കണ്ട് മനസ്സലിഞ്ഞ ഈശോയെ, ഞങ്ങൾക്കും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണാനും മനസ്സലിയാനും അവരെ സഹായിക്കാനുമുള്ള മനസ്സ് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ നോമ്പുകാല ദിവസങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.